ഗൈസ്, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഒരു ജേർണൽ കിറ്റ് അൺബോക്സിങ് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി. ആദ്യം തന്നെ A6 സൈസിലുള്ളൊരു ബുക്കാണ്. എന്നെ അത് ഞാൻ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ തന്നെ ബുക്ക് കവറിലൊക്കെ കവർ ചെയ്തിട്ടാണ് അത് വെച്ചിരുന്നത്. ബുക്കിൻ്റെ പേജസൊക്കെ പ്ലെയിൻ പേജസ് അല്ല, ഗ്രിഡ് ലൈൻ വരുന്ന പേജസ് ആണ്. ഇനി 2 എൻവലപ്പാണ്. അടിപൊളി എൻവലപ്പ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതൊരു ലോട്ടറി തന്നെയാണ്. അടുത്ത ആർക്കാണോ കത്ത് എഴുതുന്നത് അതിൽ ഒരു എൻവലപ്പ് അവർക്കുള്ളതാണേ. 1, 2, 3 ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന നോട്ട് പാഡ്സ് ആണ് ഇനിയുള്ളത്. അതിൻ്റെ ഓരോ സെറ്റിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അത് കറക്റ്റായിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കില്ല. നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി, ഞാനത് ടൈപ്പ് ചെയ്തിട്ടേക്കാം. 3 പാറ്റേണിലുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മറ്റേ ബട്ടർഫ്ലൈയുടെ പ്രിൻറ്റ് വരുന്നതാണ്. എന്താണെന്നറിയില്ല, ഞാൻ ബട്ടർഫ്ലൈയുടെ ഒരു കടുത്ത ആരാധികയാണ് ഗൈസ്. ഇത് കണ്ടപാടെ ഞാൻ വിചാരിച്ചത് ഇത് മുഴുവൻ സ്റ്റിക്കേഴ്സ് ആണെന്നാണ്. അല്ല ഗൈസ്, ഞാൻ ചമ്മിപ്പോയി. ഇതേ ടൈപ്പ് വരുന്ന കുറച്ച് പേപ്പർ ഫോട്ടോ ഫ്രെയിമും ഇതുപോലത്തെ കോട്ടഡ് ആയിട്ടുള്ള പേപ്പർ കാർഡും പിന്നെ ഇതുപോലത്തെ കുട്ടി സ്റ്റാമ്പ് പോലത്തെ വൈറ്റ് കാർഡ്സുമായിരുന്നു അത്. ഈ ഒരു പാക്കറ്റിൻ്റെ കൂടി ഇരുന്ന് ആ പാക്കറ്റ് തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മുഴുവനായിട്ടും ചമ്മിയിട്ടില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് കലണ്ടർ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. 1 തൊട്ട് 31 വരെയും കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇനി 2 വാശി ടിപ്പ്. സംഭവം കുട്ടിയായിരുന്നെങ്കിലും കാണാൻ നല്ല എസ്തെറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. ഇനി ഫോൾഡിങ് പേപ്പേഴ്സ്, അത് 10 എണ്ണം ഉണ്ടായിരുന്നു. 10 സെറ്റ്. അതിനകത്ത് ഓരോ സെറ്റിലും 3 എണ്ണം വീതം, മൊത്തത്തിൽ 10x3 30 എണ്ണം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചിലതൊക്കെ കാണുമ്പോൾ ലാസ്റ്റത്തെ സംഭവം കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ കൊച്ചി TV-യിലെ കുട്ടിക്കുറുമ്പി സോഫിയൊക്കെ ഓർമ്മ വന്നു. ഇത് സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സ്. ഈ ഒരു 10 ഷീറ്റ് കൊണ്ട് ഒതുങ്ങുന്നതല്ല ഈ ഒരു സംഭവം. ഇതിലും കുറച്ചും കൂടി സൈസ് കൂടി വേറെയും 2 സെറ്റ് വരുന്നുണ്ട്. ഇനി സ്റ്റിക്കർ ഷീറ്റ്സ് ആണ്. ആദ്യത്തെ സ്റ്റിക്കർ ഷീറ്റിൽ തന്നെ ചൈനീസ് ഓർ കൊറിയൻ ആ ഒരു ലിപി കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. പിന്നെ ഇംഗ്ലീഷ് റൈറ്റിങ്സ് വരുന്ന സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പേസ്റ്റൽ കളറിൽ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ജേർണൽ കിറ്റാണ് ഇത്. എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ബ്രൗൺ കളറുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് മറ്റേ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കുട്ടി ഐറ്റംസ് വെച്ചിട്ട് പഴയ ഡയറിയുടെ പേജസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഇതുവരെയും ജേർണലിങ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇതൊക്കെ വെച്ചിട്ടൊരു ജേർണലിങ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത സെറ്റ് സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സാണിത്. നേരത്തെക്കാട്ടിലും സൈസ് കൂടുതലാണ്. കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ. ഇവിടെ എന്തൊക്കെയോ റെസിപ്പീസൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത ഐറ്റത്തോടു കൂടി നമ്മുടെ ജേർണൽ കിറ്റിൻ്റെ ഫൈനൽ സംഭവം ഞാൻ കാണിക്കുകയാണ് ഗൈസ്. ഇതും സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സ് തന്നെയാണ്, കുറച്ച് വലിയ സൈസ്. അങ്ങനെ ഒരു കുട്ടി അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന കണക്കിന് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.